ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ പുഴയുടെ സൈഡിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ പുഴയും കാണാം, നല്ലൊരു ആംബിയൻസാണ് പുഴയുടെ സൈഡിൽ കൂടി എപ്പോഴും നടക്കാൻ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് പനകൾ മറിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ആനകൾ വരുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഇവിടെ ആന വരുന്നുണ്ട്. ആന പന മറിഞ്ഞിട്ട് സാധാരണയായിട്ട് ഒറ്റ ആനകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ദിവസം കൂടി ആനകൾ വരുന്നു, പന പറിക്കുന്നു, കഴിക്കുന്നു, എന്നിട്ട് പോകുന്നു. ചിലപ്പോൾ ആനകൾ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഭാഗങ്ങളിലേക്ക് കയറി വരാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കാണുന്നില്ല. ആനകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആന വന്ന് ആന മറിച്ചിട്ട് ഇത് പൊളിച്ച് ഭക്ഷണമാക്കിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ചുറ്റിനും പനത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഏരിയയാണ്. പക്ഷേ ഇവിടെ ആനയുടെ ശല്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ബ്യൂട്ടിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാൻ പറ്റും. ഇപ്പം ചുറ്റിലും ഇങ്ങനെ പന നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും ആനപ്പിണ്ടമാണ്. ആനപ്പിണ്ടങ്ങൾ നിറഞ്ഞ ഒരു ഏരിയയായി മാറി. എവിടെ നോക്കിയാലും ആനപ്പിണ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴികളൊക്കെ ആന പോയി ഉണ്ടായ വഴികളായിരിക്കാം. കാരണം മനുഷ്യന്മാർ പോയുള്ള വഴികളായിരിക്കുകയല്ല. നേരത്തെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ സാധാരണ നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മനുഷ്യന്മാർ നടന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ വഴികളൊന്നും ഉണ്ടാകത്തില്ല. ആനയുടെ കാൽപ്പാടുകളാണ് ഭൂരിഭാഗവും ഇവിടെ കാണുന്നത്. ഇത് കണ്ടു, ആന കവച്ച് കയറി പോകുന്നതിൻ്റെ ചെളി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആന കയറി കണ്ടോ, അടുത്തൊരു കാഴ്ചയാണ് പന മറിഞ്ഞ് കിടക്കുന്ന കണ്ടോ. അതും ആന ഭക്ഷണമാക്കിയതാണ്. ഇതിൻ്റെ തൊട്ട് താഴെ പുഴയാണ്, പുഴയുടെ അപ്പുറത്ത് കാടാണ്. അപ്പോൾ കാടിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോഴേക്കാണ് ഈ ആന ഫെൻസിങ് മറികടന്ന് ഇവിടുത്തെ വന്നിട്ട് ഈ പനകൾ മറിച്ച് ഭക്ഷണമാക്കുന്നത്. ഇത് വരുമ്പോഴേക്കും ഒരു ആനയായിട്ടായിരിക്കില്ല വരിക, ഫാമിലിയായിട്ട് വരിക. എന്നിട്ട് ഒരു ഷെയർ ഇട്ട് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഒറ്റക്ക് വരുന്ന ആനകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒറ്റക്ക് വരുന്നതെങ്കിൽ ഈ മോഴ അങ്ങനെ വരുന്ന ഒറ്റക്കൊമ്പൻ, അതായത് കൂട്ടം തെറ്റി നടക്കുന്ന ആനകളാണ് ഒറ്റക്കൊമ്പനും മോഴയും. അപ്പം അങ്ങനെ തന്നെ ആനകളാണ് ഇടയ്ക്ക് ഈ നേരത്തെ മറിച്ചിട്ട പനകളുടെ അവശിഷ്ടം വന്ന് കഴിക്കാൻ വേണ്ടി കൂടുതലായിട്ട് വരിക. അപ്പം എല്ലായിടത്തും കാട് കയറി. നേരത്തെ മഴയല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും കാടും പള്ളിയൊക്കെ ഭയങ്കരമായിട്ട് കയറി കിടക്കുകയാണ്. പാമ്പുകളുടെ ശല്യം വളരെ കൂടിയിട്ടുണ്ടാവും. ഫെൻസിങ്ങുകളൊക്കെ പൊളിച്ചാണ് ആന ഇപ്പം മരി ബിരുദന്മാരൊക്കെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗൈസ്. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.